ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലി ഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം വെച്ച് ഒരു 8 വർഷം 7 വർഷം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ് ഇന്നാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗൃഹപ്രവേശനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 4 മണിയായി. അപ്പോൾ നമുക്കൊരു 4 മണി 4:30 നമ്മൾക്കത് പൂജ തുടങ്ങിയാലാണ് നമുക്ക് ശരിക്കും 9:30 നമ്മുടെ ഗൃഹപ്രവേശന സമയം വന്നിട്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് നേരത്തെ കൂട്ടി നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ സമയമാകുമ്പോഴത്തേന് നമ്മുടെ വലത് കാല് വെച്ച് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കയറണം. അപ്പോൾ എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കഴിഞ്ഞ 2-3 ദിവസം നമുക്ക് ശരിക്കും ഉറക്കവേ ഇല്ല. ഈ 2-3 ദിവസമല്ലേ, ഒരു പാല് കാച്ചി തുടങ്ങാൻ പോവാണ്, അതിൻ്റെ ഡേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഡേറ്റൊക്കെ പോയി എടുക്കുമല്ലോ, നമ്മളിങ്ങനെ എന്താ പറയുക, ആരെ പോയി കാണാൻ, ഡേറ്റൊക്കെ പോയി എടുക്കുമല്ലോ നമ്മളിങ്ങനെ നല്ലൊരു ദിവസമൊക്കെ നോക്കി നമ്മൾ ഡേറ്റ് എടുക്കാനായിട്ട് പോകുമല്ലോ. അപ്പോൾ നമ്മൾ കണിയാനെ കണ്ട് ഡേറ്റ് എടുക്കാൻ പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഡേറ്റ് ഇന്ന ദിവസമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല, രാത്രിയിലൊന്നും ഉറങ്ങണില്ല. ഇത് തന്നെ ചിന്തയാണ്, എന്തായിരിക്കും, എങ്ങനെ നന്നായിട്ട് വരുമോ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതെന്നുള്ള ആ ഒരു ഒറ്റ മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രിയിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, കാരണം ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അപ്പം നമുക്ക് എങ്ങനെ ഉറക്കം വരില്ല. ഈ ദിവസം, അതായത് ഇന്ന് നമുക്ക് ഈ പരിപാടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്നലെ ശരിക്കും രാത്രി ഉറങ്ങിയിട്ടില്ല. ലാസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി കിടക്കാനായിട്ട് ചിലപ്പോൾ 3 മണിയായപ്പം 3:30 ആകുമ്പോൾ നമുക്ക് പൂജ തുടങ്ങണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ 3 മണിയാകുമ്പോഴെങ്കിലും എഴുന്നേറ്റാലാണല്ലോ 3:30 നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കിടന്നത് തന്നെ 1 മണിക്കാണ്. പക്ഷേ ആ 1 മണിക്ക് കിടന്നത് വെറുതെ, നമ്മൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല, വെറുതെ അങ്ങനെ കണ്ണടച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു എന്നല്ലാണ്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി, പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ പൂജ സ്റ്റാർട്ടായി. അങ്ങനെ നമ്മുടെ ഗൃഹപ്രവേശനം തുടങ്ങാൻ പോവുകയാണ്. ഇനി വേണം ഞങ്ങൾക്കൊന്ന് എന്താ പറയുക, നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒന്ന് ജീവിക്കാനായിട്ട്. എന്താ പറയുക, നമ്മുടെ ഒരു ചെറുപ്പം മുതലേ, എൻ്റെയൊക്കെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പാല് കാച്ചൽ നടത്തുന്നതും നമ്മുടേതായിട്ടുള്ള വീട്ടിലേക്ക് നമ്മൾ വലത് കാലം വെച്ച് കയറുന്നതും. അതൊക്കെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. അതിപ്പോൾ സാധിക്കാൻ പോവാണ്. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം അങ്ങനത്തെ ഒരു മൊമെൻറ്റ് നമുക്ക് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ഇതിനു മുന്നേ അറിയില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന്, അങ്ങനെ ഉണ്ടാവണം, നമുക്ക് അങ്ങനെ ഒരു മൊമെൻറ്റ്സ് വേണം എന്ന് നമ്മൾ കുറേ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ വീടിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായി. അപ്പം കുറേ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ തുടക്കം അതാണ്, നമ്മൾ ബാങ്കുകളിൽ കയറി ഇറങ്ങുമായിരുന്നു. അപ്പോൾ കയറി ഇറങ്ങിയപ്പോൾ ആരും നമുക്ക് ലോൺ തരുന്നുണ്ടായില്ല. നമുക്ക് ലാസ്റ്റ് ഫൈനലി ഒരു ബാങ്ക് നമുക്ക് ലോണ് തന്നു. അങ്ങനെ നമ്മൾ വലിയ എമൗണ്ടൊന്നും എടുത്തില്ല, കാരണം നമുക്ക് അത്ര എമൗണ്ടൊന്നും നമുക്ക് അടച്ചു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു എമൗണ്ടിലാണ് എടുത്തത്. പക്ഷേ ആ എമൗണ്ടിൽ നമ്മുടെ കയ്യിൽ നിന്നില്ല, അതിനും കൂടുതൽ നമുക്ക് കടം വാങ്ങിക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒതുക്കി വരുന്നുണ്ട്. കടമൊക്കെ തീർത്ത് നമ്മൾ സെറ്റാവും. അത് ഇപ്പോൾ ഇത്രയും നമ്മൾ എത്തിച്ചില്ലേ, നമ്മൾ ഒരു വീട് വെച്ചു, എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളൊരു വീട് വെച്ചു. ഇനി എന്തായാലും ബാക്കിയുള്ള കടവും കാര്യങ്ങളൊക്കെ അത് എന്തായാലും നമുക്ക് തീർക്കാൻ പറ്റും. കാരണം നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ പണിയെടുത്തത് എന്തായാലും എന്താ പറയുന്നത്, എനിക്ക് വാക്ക് കിട്ടുന്നില്ല. ഞാൻ വലത് കാല് വെച്ച് കയറുമ്പോൾ, വിളക്കുമായിട്ട് കയറുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു. പിന്നെ എന്താ പറയുക, എനിക്കത് നല്ലോണം കരച്ചിൽ വരുന്നുണ്ടായി. പക്ഷെ ഞാൻ മറ്റുള്ളവരെ പക്ഷെ അവിടെ നിൽക്കുന്നവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പം അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കണ്ട, ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കി എൻ്റെ ആ ഒരു അപ്പോഴത്തെ ഒരു വിഷമവും കാര്യങ്ങളും, വിഷമമല്ല സന്തോഷം കൊണ്ടുള്ളതാട്ടോ. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ച് നമുക്ക് കിട്ടുന്ന ഒരു മൊമെൻ്റ് അല്ലേ അത്. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് കരയാനിങ്ങനെ നല്ലോണം വന്നിട്ടുണ്ടായി. പക്ഷെ ഞാൻ കടിച്ചു പിടിച്ചു, കാരണം എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റാണ്ട് വരും, എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും.
അപ്പോൾ എനിക്കത് ടെൻഷനാവും, ഭയങ്കരമായിട്ട് ടെൻഷനാവും എനിക്ക്. അതുകൊണ്ട് ഞാൻ കരയാണ്ട് ഞാൻ കടിച്ചു പിടിച്ച് നിന്നിട്ടാണ് ഞാൻ വലതുകാലം വെച്ച് കയറിയത്. അയ്യോ, എനിക്ക് ആ ഒരു മൊമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഹാപ്പിയായിരുന്നു ഞാൻ, ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എനിക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദി, നമുക്ക് അങ്ങനെ ഒരു മൊമെൻറ്റ് തന്നതിന്. നമുക്ക് ലൈഫ് ലോങ് നന്നായി ജീവിക്കാം. കുറേ വീഡിയോകൾ ഞാൻ നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ.